കേരള രാഷ്ട്രീയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ വിശ്വപൗരൻ ഡൽഹി നായർ എന്നൊക്കെ അറിയപ്പെടുന്ന ശശി തരൂരിന് ചുറ്റും കിടന്ന് കറങ്ങുകയാണ്. അദ്ദേഹം കോൺഗ്രസ് വിടുമോ, BJPയിലേക്ക് പോകുമോ എന്നൊക്കെയുള്ള ചർച്ചകളായിരുന്നു നടന്നത്. ഇതിനിടയ്ക്ക് സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തി അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. വ്യവസായ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറി എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാദം വലിയ കോലാഹലം സൃഷ്ടിച്ചു. CPM-ഉം അദ്ദേഹത്തെ കൂടെ കൂട്ടാൻ ഒരു പരിധിവരെ തയ്യാറായി. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? CPM അതിൽ ഉറച്ചു നിൽക്കുന്നോ, അതോ ഈ പറഞ്ഞതുപോലെ അതിൽ നിന്ന് പിന്നാക്കം പോയോ? കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇതിനെക്കുറിച്ച് CPM നേതാക്കൾ ആരും മിണ്ടുന്നില്ല. CPM എന്തിനാ മിണ്ടുന്നത്? ഇനിയാളല്ലേ ശശി തരൂരല്ലേ പറഞ്ഞു. അവർക്ക് പറയാനുള്ള അവർ പറഞ്ഞു. അയാൾ അനാഥനാക്കില്ല എന്ന് തോന്നുന്നു. രാജ്യസഭ MP ആകും. ശശി തരൂർ പൊളിറ്റിക്സിൽ എൻ്റർ ചെയ്ത സമയത്ത് തന്നെ അദ്ദേഹം പറയണ്ടായി, അതായത് എല്ലാ പാർട്ടിയും നോക്കണ്ടേ, BJP CPM അങ്ങനെ HDA ഒക്കെ തന്നെ മുന്താ ഡൽഹി പൊളിറ്റിക്സിൽ അങ്ങനെ അഗ്രഹണ്യാണ്. അപ്പോൾ അതേസമയം കോൺഗ്രസ് തെളിഞ്ഞത് അന്ന് കോൺഗ്രസിനാണ് സാധ്യത എന്ന് കണ്ടുകൊണ്ടാണ്. അല്ലാതെ അതിന് വേറെ എന്തെങ്കിലും സ്നേഹം കൊണ്ടോ കോൺഗ്രസ് പാരമ്പര്യമുള്ളതുകൊണ്ടൊന്നല്ല. അങ്ങനെ എന്ത് കോൺഗ്രസ് കണ്ടിട്ടുണ്ട്? ഡൽഹി ഈ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലെ ഇലക്ഷൻ പ്രസിഡന്റ് ആയിരുന്നു. അവിടെ ഭയങ്കര അപൊളിറ്റിക്കലായിട്ടുള്ള ക്യാമ്പസാണ്. അപ്പോൾ അങ്ങനെ അത്തരം ഉപജാപങ്ങളും എടുക്കാനാണ്. അപ്പം അതുകൊണ്ട് ഇപ്പം ശശി തരൂർ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെ ആവിഷ്കാരത്തിൽ കോൺഗ്രസിന് ഇപ്പം രക്ഷപ്പെടുന്നില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം BJP നോക്കിയ സമയത്ത് അദ്ദേഹത്തിന് ഞാൻ കേട്ടത് ഈ പറയുന്ന വിദേശകാര്യ വകുപ്പ് മന്ത്രിസ്ഥാനം കിട്ടേണ്ടി വരും. അതിപ്പം ജയശങ്കർ നന്നായി ചെയ്യുന്നുണ്ട്, വേറെ അലമ്പൊന്നുമില്ല. അത് മാറ്റേണ്ട ഒരാവശ്യമില്ല. ജയശങ്കർ ഡിപ്ലോമാറ്റ് ആണ്. ഇദ്ദേഹമല്ല, ജയശങ്കർ ആണെങ്കിൽ ഇദ്ദേഹം അഡ്മിനിസ്ട്രേറ്ററാണ്. ജയശങ്കർ വാസ് എ ഡിപ്ലോമാറ്റ്. ഡിപ്ലോമാറ്റാണ് ഇന്റർനാഷണൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ഈ വിശ്വപൗരൻ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ വിശ്വം യൂസഫ് അലി സാറാണ്. അദ്ദേഹത്തിന് മിഡിൽ ഈസ്റ്റിലെ ഗവൺമെന്റുകളെ ശരിക്കും സ്വാധീനിക്കാൻ പറ്റും. അതുപോലെ വേറൊരു വിഷയവര മുകേഷ് അംബാനിയാണ്. ആഫ്രിക്കയിലെ പല ഗവൺമെന്റുകളെ അദ്ദേഹത്തിന് തള്ളിയിടാൻ പറ്റും. ഇവരൊക്കെയാണ് വിശ്വപൗരന്മാർ. വിശ്വപൗരൻ എന്ന് വെച്ചാൽ കുറേ രാജ്യങ്ങൾ അങ്ങനെ സന്തോഷ് ജോർജ് കുളങ്ങനെയാണ് വിശ്വപൗരൻ. UN ജോലിയിൽ ഒരുപാട് മലയാളികളുണ്ട്. ചങ്ങനാശ്ശേരി പോയി സുകുമാരനാഥ സാറിനെ കണ്ടാൽ അദ്ദേഹം തോന്നിയിരുന്നു. ഇവരൊക്കെ ഇവിടെ വരുമ്പോൾ സാറിന് പോയി കാണാൻ നോക്കും. ആ കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകൾ അല്ലാത്തൊരു സാറിന് പോയി കാണാൻ നോക്കും. അവർ സാധനം തോന്നി UN ജോലി ചെയ്യുന്ന അമേരിക്കൻ ഈ ഇതുണ്ടല്ലോ ടോപ്പ് 8 വന്നിട്ട് അമേരിക്കൻ പ്രസിഡന്റുമാരെ ഉപദേശകരായ ഒരു ടീമുണ്ട്. അതിൽ മലയാളികളുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിൽ 1-2 പേർക്ക് ചങ്ങനാശ്ശേരി ഒരു ബന്ധം. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. മനസ്സിലായി. അപ്പോൾ നമുക്ക് ഈ വേൾഡ് മലയാളി ഫൗണ്ടേഷൻ അറിയാമല്ലോ. അതെ. അപ്പം വിശ്വപൗരൻ അങ്ങനെ ആരെങ്കിലൊക്കെ പിടിച്ച് നമ്മൾ വിശ്വപൗരനാക്കുന്നത് അതിന് ഒരു മീഡിയ ഉണ്ടാകും. ഇപ്പം നിങ്ങൾ നാളെ വിശ്വപൗരനാണെങ്കിലും ആക്കണമെങ്കിൽ ആക്കാനൊക്കെ പറ്റും. അങ്ങനെ വിശ്വപൗരമൊന്നുമില്ല. നമ്മൾ ഇപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് എല്ലാവരും വിശ്വപൗരന്മാരാണ്. ഹിന്ദുമതത്തിൽ ദൈവം ആരാന്ന് വെച്ചാൽ എല്ലാവരും ദൈവമാണ്. അറിയാലോ. ഇപ്പം അല്ലാഹ് എന്നോ യഹോവ എന്ന് പറഞ്ഞതിന് പ്രത്യേക ദൈവസങ്കല്പം ഹിന്ദുമതത്തിലില്ല. തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നൊക്കെയാണ്. എല്ലാവരും ദൈവമാണ്. മുന്നിൽ കാണുന്നവനും അവനവനും ദൈവമാണ്, ദൈവാംശമാണ്. എന്നാണ് ഇന്ത്യൻ. അതുപോലെയാണ് വിശ്വപൗരൻ എന്ന് വെച്ചാൽ ഇപ്പം അത്യാവശ്യം ഇന്റർനാഷണൽ എക്സ്പോഷർ എല്ലാം കിട്ടിയത് അഞ്ചരിക്കൊക്കെ അതും വേണ്ട. നീ ലോകത്തെ പറ്റി അത്യാവശ്യം ധാരണ ഉണ്ടെങ്കിൽ രവീന്ദ്രനാഥ ടാഗോറിനെ പോലെ യൂണിവേഴ്സലായിട്ട് കാര്യങ്ങൾ കാണുകയും ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ വിശ്വപൗരനാണ്. ആർക്കെങ്കിലും പ്രത്യേകം ചാർത്തി കൊടുക്കേണ്ട ഒരു രാഷ്ട്രീയ പദവിയൊന്നല്ല. ഇപ്പൊ നരേന്ദ്രമോദി ഇപ്പൊ വിശ്വപൗരൻ. അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ പോയി. ലോക രാജ്യങ്ങൾ അതിന് നല്ല സുഹൃത്താണ്. അപ്പൊ അങ്ങനെ വിശ്വപൗരനാണ്. ജവഹർലാൽ നെഹ്റു വിശ്വപൗരനായിരുന്നു. മുമ്പൊരു വിശ്വപൗരൻ ഉണ്ടായിരുന്നില്ല ഇവിടെ പോയ അതെ മേനോൻ, BP മേനോൻ അല്ലേ? BP മേനോൻ സർദാർ പട്ടേൽ. അദ്ദേഹം ഈ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു ഈ ഏരിയയിൽ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു പദവി അതൊക്കെ നമ്മൾ പത്രക്കാരുണ്ടായി ഒരു കൺസ്ട്രക്ഷനാണ്. അതൊന്നും കാര്യമൊന്നുമില്ല. ഓഫ്കോഴ്സ് ശശി തരൂർ ആ കൂട്ടത്തിൽപ്പെടും. ആ കൂട്ടത്തിൽ പ്രമുഖനാണ്. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ നിങ്ങളിതെല്ലാം ഒരാളിലേക്ക് ചുരുക്കുന്നതാണ് എൻ്റെ പ്രശ്നം. ഒരാളല്ല, ഒരുപാട് ആളുകൾ, അനേകം പേര്. അതെ, അതാദ്യം മനസ്സിലാക്കി. അപ്പം ഇതിനിടയ്ക്ക് ശശി തരൂർ പറഞ്ഞാൽ എനിക്ക് ഓപ്ഷൻസ് ഉണ്ടെന്ന്. ഓപ്ഷൻസ് ഉണ്ടാകുമ്പോൾ മറ്റു വഴികളുണ്ട്. CPM ഇപ്പം അദ്ദേഹത്തെ കൂടെ കൂട്ടിയാൽ ശശി തരൂരിനെ ഹാപ്പി ആക്കണം, മുഖ്യമന്ത്രി ആക്കേണ്ടി വരും. അതിന് ഇഷ്ടം പോലെ ആളുകളുണ്ട്. മനസ്സിലായി. IP വിജയം ഒക്കെ ഉണ്ട് തിരുവനന്തപുരത്ത്. മുഖ്യമന്ത്രി ആകാൻ പറ്റിയ മെറ്റീരിയലാണ്. ശശി തരൂരിനെ കണ്ടും ഭേദമാണ്. എനിക്ക് IP-നെ ഒരിക്കലും കണ്ടിട്ടുള്ളൂ. ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള IP എന്താ പറയുക, താഴെ തട്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ വളരെ മിടുക്കനായ ഒരു കൗൺസിലറൊക്കെ ആളായിരുന്നു. ഇവിടുത്തെ BJP കാരണക്കാരനാണ്.
അതിന് സ്വാഭാവികമാണ് യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ. അയാൾ ഗ്രാസ് റൂട്ട് ലെവലിൽ കാര്യങ്ങൾ ചെയ്യാനും കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നതും വളരെ വിദഗ്ധനാണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതെ അതെ. ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ പറയാം. അത് തൊട്ടിട്ട് ഗോവിന്ദ മാഷ് വരെയുള്ള ആളുകളുണ്ട്. നമ്മൾ ശശി തരൂരിനെ പരിഗണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേദന്തള്ള തിരിച്ച് യു എന്നിലേക്ക് പോകാന്നുള്ളതാണ്. യു എന്നിൽ പോയിട്ട് ഇന്ത്യൻ പ്രതിനിധിയൊക്കെ ആയിരുന്നു, അത് നമുക്ക് ഗുണം ചെയ്യും. അത് നന്നായി ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ, അതൊരു രാഷ്ട്രീയത്തിന് അതീതമായ ആർട്ടിക്കുലേറ്റ് ചെയ്യാനും പിന്നെ ഇപ്പോൾ ബന്ധങ്ങൾ ഉപയോഗിക്കുമെങ്കിൽ അല്ലെങ്കിൽ ഈ ഒറ്റയാൻ പ്രസ്ഥാനങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്. അവർക്ക് ആരോട് കമ്മിറ്റ്മെന്റ് ഉണ്ടാവില്ല. സ്വന്തം കാര്യം അതാണ് പ്രശ്നം. ഉപയോഗിക്കുമെങ്കിൽ ആ രീതിയിൽ പിന്നെ വേണമെങ്കിൽ അവിടെ നിന്നുകൊണ്ട് ഇപ്പോഴത്തെ ഇന്ത്യക്ക് എന്തിനായാലും ഇപ്പോൾ ഒന്ന് UN സെക്യൂരിറ്റി ഇപ്പോൾ ഒളിമ്പിക്സ് നടത്താൻ മുമ്പ് രാജ്യങ്ങൾ തമ്മിൽ മനസ്സിലായിരുന്നു. അപ്പോൾ ആരെങ്കിലൊക്കെ തലയിൽ വെച്ചിട്ടാണ് ഇന്ത്യനോട് നടത്താൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുക ഇന്ത്യയിൽ ഒളിമ്പിക്സ് നടക്കുന്ന സ്വപ്നം കൂടുതൽ കാണാൻ പറ്റില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യയുടെ കാലടിച്ചുകൊണ്ടിരിക്കുക പ്ലീസ് നടത്തും. അതുകൊണ്ട് UN സെക്യൂരിറ്റി UN ഒന്നും ഇപ്പോൾ പണ്ടത്തെ വിലയൊന്നുമില്ല. പ്രത്യേകിച്ച് ട്രംപ് പുട്ടിനൊക്കെ വന്നതിന് ശേഷം നരേന്ദ്രമോദിയൊക്കെ അതിന് ഒരു വില കല്ലൊഴിഞ്ഞ സിംഹമാണ്. അപ്പോൾ മുമ്പ് UN സെക്രട്ടറി എന്നതൊക്കെ വലിയ കാര്യമായിരുന്നു. വലിയ കാര്യമൊന്നുമല്ല. അപ്പോൾ UN സെക്രട്ടറി എന്നൊക്കെ ചിലപ്പോൾ അന്ന് അമേരിക്ക സമ്മതിച്ചില്ല. ഇന്നത്തെ ഇപ്പോൾ ട്രംപിനുള്ള ഇങ്ങനെയൊക്കെ ട്രംപിന് ഇന്ത്യനെ സഹായിക്കാൻ പറ്റുള്ളൂ. ട്രംപിന് വലിയ നഷ്ടമൊന്നുമില്ല. ശശി തരൂരാണ് അമേരിക്കക്കെതിരെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഇവിടെ മത്സരിച്ച സമയത്ത് പോലും ഇസ്രായേലിന് അനുകൂലമായിട്ട് പ്രസംഗിച്ച ആളാണ്. അപ്പോൾ മുസ്ലിം ലീഗിന്റെ വേദി പോയി പ്രസംഗിച്ച ആളാണ്. അപ്പം അങ്ങനെയാണ് ഒരു മലയാളി UN സെക്യൂരിറ്റി കൗൺസിൽ ജനറൽ സെക്രട്ടറി ആയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഗുണം മൂപ്പർക്ക് ഉണ്ടാവുമല്ലോ, ഈ വക കണക്ഷൻസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ ഉപയോഗപ്പെടുത്തി. ഇതൊന്നും അസാധ്യമായ കാര്യമല്ല, ഇതൊക്കെ നടക്കും. ഇതിപ്പോൾ ഇന്ത്യനെ സന്തോഷിപ്പിക്കാൻ ട്രംപിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം സെക്യൂരിറ്റി കൗൺസിൽ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇന്ത്യക്കാരനെ പിന്നെ എന്താണ് നിയമിക്കുക. ഏഷ്യക്കാർ വളരെ അപൂർവമായിട്ടൊക്കെ യൂട്ടാങ് ഉണ്ടായി. യൂട്ടാങ്ങാണ് കൂട്ടത്തിൽ ഏറ്റവും ശക്തനായി യൂട്ടാങ്. പിന്നെ ബാങ്കിമോൺ ഉണ്ടായിരുന്നു. അത് പിന്നെ ഈ ഒരു അന്ന് ബാങ്കിമോൺ തന്നെ പറഞ്ഞു ഞാൻ ലോകത്തെ ഏറ്റവും ശക്തമായ ഏറ്റവും വലിയ മതത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് വരുന്നത്. അത് ശശി തരൂർ ഞാൻ ലോകത്തെ ഏറ്റവും പുരാതനമായ മതത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് വരുന്നത്. അപ്പോൾ പുരാതന മതത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഏറ്റവും വലിയ മതത്തോട് തോറ്റാണ് നമ്മൾ അന്ന് കണ്ടത്. ബാങ്കിമോൺ ഉണ്ടായത്. ബാങ്കിമോണും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ യൂത്താങ് കുഴപ്പമില്ല. ഈ ക്യൂബൻ മിസൈൽ ക്രൈസിസ് വന്നപ്പോൾ യൂത്താങ് ആണ് അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്. അപ്പോൾ അത് പറ്റും. അപ്പോൾ ശരിക്കും തരൂര് കേരള രാഷ്ട്രീയം അങ്ങനെ നോക്കിയാൽ കേരള രാഷ്ട്രീയം ഉപേക്ഷിച്ച് പോകാനാണോ സാധ്യത? മടുപ്പ് വരുമെന്ന്. നമ്മളിത് മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ്. ഇവിടെ നിന്നിട്ട് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിൽ നമ്മൾ എത്താതെ ഒരു കൺസോളേഷൻ പ്രൈസ് മാത്രം വാങ്ങിക്കൊണ്ട് എവിടെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു മടുപ്പ് വരും. അത് ശശി തരൂരിന് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ എപ്പോഴും ജനങ്ങളുടെ അദ്ദേഹം അങ്ങനെ എപ്പോഴും ലൈലൈറ്റ് നിന്നിട്ട് വലിയ വലിയ കാര്യങ്ങളിൽ ഇൻവോൾവ് ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ചെറിയ കാര്യങ്ങൾ ഇത് സ്റ്റാഫ് മതി. അതുകൊണ്ട് സ്റ്റാഫിനോട് നിർത്തിയിരിക്കുന്നു. സ്റ്റാഫ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ശശി തരൂരിനെ നേരിട്ട് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ സ്റ്റാഫ് അവിടെ പോകുന്ന ആളുകൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഞാൻ കേട്ടത്. അത് ഈ ഒരു ബ്യൂറോക്രാറ്റ് ടേൺഡ് പൊളിറ്റീഷ്യൻ അതിൻ്റെ ഒരു കാര്യമുണ്ട്. അപ്പം ഇനിയിപ്പോൾ അങ്ങനെ വല്ലതും അതാണെങ്കിൽ വലിയ കുഴപ്പമില്ല. BJPക്കാർക്ക് അക്കോമഡേറ്റ് ചെയ്യാം. ഇനി അങ്ങനെയാണോ ഉദ്ദേശം എന്നറിയില്ല. എല്ലാവരും സ്വന്തമായി പാർട്ടി ഉണ്ടാക്കണം. ശശി തരൂർ സ്വന്തമായി പാർട്ടി ഉണ്ടാക്കിയാൽ മോശമാവുമെന്ന് ഞാൻ പറയില്ല. കാരണം ശശി തരൂർ എന്ന വ്യക്തിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും ശശി തരൂർ എന്നുള്ള വ്യക്തിയുടെ പുറത്തുള്ള ഹോപ്സ് ആൻഡ് ആസ്പിറേഷൻസ് ഉണ്ട്. കേരളത്തിലൊരു വേറെ രാഷ്ട്രീയ പാർട്ടിയുള്ള സ്പേസ് ഓപ്പണാണ്. അതിന് രംഗത്ത് ഇറങ്ങുന്നുള്ള. അപ്പോൾ ശശി തരൂരിനെ പോലെ ഒരാൾ രംഗത്ത് ഇറങ്ങി കഴിഞ്ഞാൽ അതിൽ കൂടെ ആളുകൾ കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഈ സർക്കാരിനെതിരായ ഒരു സർക്കാരിനെതിരല്ല, അത് കോൺഗ്രസിനെ തകർത്ത് കളയും. കാരണം കോൺഗ്രസിന്റെ വോട്ടാണ് കൂടുതൽ പോകാൻ സാധ്യത. കോൺഗ്രസ് കിട്ടേണ്ട മധ്യഭാഗത്ത് CPM വോട്ടും അത്രയും നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. അത് ഭയങ്കര കേഡർ സംവിധാനമാണ്. അവിടെ എന്ന് വെച്ചാൽ ഓരോ വീട്ടിലും CPMന്റെ പ്രസൻസ് എത്തുകയാണ്. ഗുരുവായൂരപ്പൻ ഓരോ വീട്ടിൽ വെച്ച പോലെയാണ് EMSന്റെ ഫോട്ടോ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടായിട്ട് അത് അത്ര പെട്ടെന്ന് അവരുടെ ലൈഫിനെ അവസാനം കഞ്ഞി കുടിക്കുന്നത് CPM വഴിയായിരിക്കും. അതാണ് അതിൻ്റെ അനുയായികളുടെ ഒരു ഗുണം. പിന്നെ നല്ല മോണിറ്ററിങ് ഉണ്ട്. ഒരു കാര്യം വന്നാൽ അവിടെ പാർട്ടി സെക്രട്ടറി അന്നപ്പോൾ എത്തും. അത് ആരെ വിളിക്കണം എന്ത് ചെയ്യണമെന്ന് അവർക്കറിയാം. ഇപ്പം പിണറായി വിജയൻ്റെ ശക്തി അതല്ലേ, അയാൾ പാർട്ടിയാണ്. അല്ലെ വ്യക്തി. പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ ഗുണം പിണറായി വിജയൻ എന്നുള്ള വ്യക്തിക്ക് ഒരു ഇമ്പോർട്ടൻസും കൊടുത്തില്ല. പിണറായി വിജയൻ എന്ന പാർട്ടിയാണ്, പാർട്ടി സംവിധാനം. അത് VS അങ്ങനെ തന്നെ ആയിരുന്നു. അതെ അതെ. പിന്നെ രണ്ടുപേരും ഒരേ രീതിയിലുള്ള രണ്ടുപേരും വന്നപ്പോഴാണ് VSന്റെ ഇമേജിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വന്നത്. ഈ പാർട്ടിയുടെ വലിയൊരു ഗുണം അതാണ്. അപ്പം അതുകൊണ്ട് ശശി തരൂർ ഒറ്റയ്ക്കൊരു പാർട്ടിയൊക്കെ കോൺഗ്രസിന് സ്പോയിൽ ചെയ്യാൻ പറ്റും. CPM അതാണോ ഉദ്ദേശിച്ചത്? അത് BJPക്ക് ഒരു വെല്ലുവിളിയാവോ? ഇവിടെ ഗ്രാജുവലി ഇവഞ്ച്വലി BJP എമർജ് ചെയ്ത് വരും. അത് കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ. BJPക്കാർ സെൻട്രൽ ലീഡർഷിപ്പിന് തിരക്കൊന്നുമില്ല എന്ന് തോന്നുന്നു. അങ്ങനെ അവർക്ക് ഇപ്പോഴൊക്കെ അത് ചെയ്യാൻ വേണ്ടി ഇപ്പം നമ്മൾ പലപ്പോഴും പറയാം കത്തോലിക്ക സഭയുടെ ലക്ഷ്യം 1000 വർഷമാണെങ്കിൽ BJPയുടെ ലക്ഷ്യം 500 വർഷമാണ്.
CPM ലക്ഷ്യം 100 വർഷമാണെങ്കിലും 5 വർഷത്തേക്കുള്ള കാര്യങ്ങൾ അവർ ചെയ്യാവും. കോൺഗ്രസിന് പ്രത്യേകം ലക്ഷ്യങ്ങൾ ഒന്നേ. അതാണ് അതിൻ്റെ വ്യത്യാസം. എന്തായാലും നമുക്ക് നാളത്തെ ചർച്ച, ഡൽഹി ചർച്ച എന്താണെന്നുള്ളത് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.